മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ തിരുനാവായയിൽ ഇന്ന് ആരംഭിക്കും. 18-ന് മൗനി അമാവാസിക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കും. തുടർന്ന് 19-ാം തീയതി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തും. ഫെബ്രുവരി 3-ന് മകം നക്ഷത്രം വരെയാണ് മേള നടക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗസന്യാസിമാരുടെ സമൂഹമായ ജുന അഗാഠയാണ് തിരുനാവായിലെയും മേള നടത്തുന്നത്. അതേസമയം തന്നെ കുംഭമേളയ്ക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകിയതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു. ഹിന്ദു സംഗമത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തിക്ക് മുന്നിൽ നമ്മുടെ സർക്കാർ മുട്ടുമടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അനുമതി ലഭിച്ചതോടുകൂടി ഇനി അധികം ദിവസം ഇല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നു എന്നുള്ളതാണോ? തീർച്ചയായിട്ടും രാഖി, ഇപ്പോൾ തിരുനാവായിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. വലിയ ദ്രുതഗതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിന് സമീപത്തെ താൽക്കാലിക പാലമാണെങ്കിലും സ്നാനഘട്ടുകളുടെ നിർമ്മാണമാണെങ്കിലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പന്തലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അത് വലിയ രീതിയിലുള്ള ഹൈന്ദവ ശക്തിക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നു മുതൽ ഇപ്പോൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇന്നു മുതൽ 18-ാം തീയതി മൗനി അമാവാസി ദിനം വരെയാണ് തുടരുക. തുടർന്ന് 19-ാം തീയതിയാണ് രാവിലെ കേരളത്തിൻ്റെ ഗവർണർ ഈ കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തുക. അതിനുശേഷം ഫെബ്രുവരി 3-ാം തീയതി വരെ കുംഭമേള നീണ്ടു നിൽക്കും. ഫെബ്രുവരി 3-ന് മകം നക്ഷത്രം വരെയാണ് കുംഭമേള തുടരുക. നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ പ്രയാഗിലും മറ്റുമൊക്കെ കുംഭമേളയ്ക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള നാഗസന്യാസിമാരുടെ സമൂഹം ജുന അഗാഡ, അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തിരുനാവായയുടെ മണ്ണിൽ, നാവാമുകുന്ദൻ്റെ മണ്ണിലും ഈ കുംഭമേള നടക്കുന്നത്. കുംഭമേളയോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംഘാടകർ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നുള്ളത് ഈ കുംഭമേളയിലേക്ക് എത്തുന്നവർക്ക് നിളാസ്നാനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ പ്രഭാത വേളയിലാണ് ഈ നിളാസ്നാനം നടത്തുക. ആ സ്നാനത്തിന് വേണ്ടിയിട്ട് സ്നാനഘട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. നദിയുടെ മധ്യഭാഗത്ത് ഏകദേശം 16 ഏക്കറോളം വരുന്ന ഭൂമി, കാട് പിടിച്ച് കിടന്ന ഭൂമിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ സ്നാനഘട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ആ സ്നാനഘട്ടുകളിൽ സ്നാനം നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ നിളാസ്നാനം സംബന്ധിച്ചിടത്തോളം വളരെ അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഭാരതത്തിലുള്ള എല്ലാ പുണ്യതീർത്ഥങ്ങളും നിളയിലേക്ക് എത്തി. ആ നിളാനദി ഭാരതപ്പുഴ എന്ന പേരിലേക്ക് മാറിയതുപോലും ഈ കാലഘട്ടത്തിലാണ്, അതായത് ഈ കുംഭമേള നടക്കുന്ന ഈ സമയത്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പുറകിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിളയിലെത്തി സ്നാനം നടത്തുക എന്നുള്ളത് വളരെ പവിത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നിളാസ്നാനത്തിനൊപ്പം തന്നെ നിള ആരതി വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം വിവിധങ്ങളായിട്ടുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഇതൊക്കെ ഈ നിളാതീരത്തെ നവാമുകുന്ദൻ്റെ മണ്ണിൽ അരങ്ങേറും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ദിവസവും ഒരു 10,000-ലേറെ ആളുകൾക്ക് അന്നദാനവും ഈ നിളാനദീ തീരത്ത് നടക്കും എന്നുള്ളതാണ്. ഏതായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരാണെങ്കിലും വിശ്വാസി സമൂഹമാണെങ്കിലും ഒക്കെ 19-ാം തീയതി മുതൽ നവാമുകുന്ദൻ്റെ മണ്ണിലേക്ക്, തിരുനാവായിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലേതായാലും ദിവസവും ഒരു 50,000 മുതൽ 1,00,000 വരെ ആളുകൾ എത്താനുള്ള സാധ്യത സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്, തിരക്ക് നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നിപ്പോഴേതായാലും പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്.